ഹലോ ഗായ്സ്, കൊങ്കു ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് സെർവർ .dsmp. ആൻഡ് ഇത് ജാവ പ്ലസ് ബെഡ്റോക്ക് സെർവറാണ്. ആൻഡ് പിന്നെ പുറമേ നിന്ന് ആർക്കും ഇത് കളിക്കാൻ പറ്റില്ല, പ്രൈവറ്റ് സെർവറാണ്. ആൻഡ് നമുക്ക് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് മുമ്പിട്ട് തന്നെ ടൂൾസൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഒരു ചെറിയ പിക്കാക്സ് ഓടാൻ പിക്കാക്സ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കിയുള്ളൂ. നമുക്കൊരു സ്റ്റോൺ ഉണ്ടാക്കണം, പിന്നെ സെറ്റാക്കണം. ഇതാണ് നമ്മളെ സ്പോൺ ഐലൻഡ്. ഈ സ്പോൺ ഐലൻഡിൽ നമുക്ക് ബിൽഡൊക്കെ കൊണ്ടുവരണം. അതിപ്പോൾ തുടർന്ന് ഫ്യൂച്ചറിലുള്ള പണികളാണ്. ആൻഡ് നമുക്ക് ഇപ്പോൾ ഒരു കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ട്. ഒരു കോബിൾ സ്റ്റോൺ ഇതിന് കിട്ടിയാലാണ് ഒരു പിക്കാക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കോബിൾ സ്റ്റോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു. ഓക്കെ, വൺ സ്റ്റോൺ പിക്കാക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. ഇപ്പോൾ പിക്കാക്സ് എല്ലാം ഉണ്ടാക്കുന്ന ഞാൻ എടുത്തുള്ളൂ. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ കൂട്ടിച്ചളയാം. ഓക്കെ, നമ്മളെ ബേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണുള്ളത്. ബേസ് കുറച്ച് ദൂരെയാണുള്ളത്. മറ്റേ നമ്മളെ ബേസ്, ഞാൻ ടീമിൽ ഒരു 6 ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ബേസിലേക്ക് പോകണം. ഇവിടെ അയൺ. ഓക്കെ, അയൺ എടുക്കാം. പിന്നെ കുറച്ച് ഡേർട്ട് മുറിച്ചു. ആൻഡ് നമുക്ക് ഇവിടുന്ന് വെച്ച് പോവാം. ഇവിടെ 1 3 5 6 7 8 വെച്ച്. ഓക്കെ, അയൺ കിട്ടിയിട്ടുണ്ട്. അതിന് കിട്ടിയില്ല, കിട്ടുമല്ലോ. കിട്ടും, മുറിച്ചാൽ കിട്ടും. താഴെപ്പോലെ കിട്ടി. ആദ്യം ചെറുതായിട്ടൊക്കെ ലാഗൊക്കെ ഉണ്ടാവും സെർവറിൽ. പിന്നെ സാധാ അറ്റൻഡോ സെർവറാണ്. അതുകൊണ്ടാണ് രാത്രി കുറച്ച് രാത്രി കറക്റ്റ് ടൈമിനാണ് ആഡ് എക്സ്പോൺ. നിങ്ങൾക്ക് ഷെയ്ഡർ വേണോ അതോ ഗ്രാസിൻ്റെ ഈ എഫക്റ്റ് ആണെന്നില്ല, അത് മാത്രം മതിയോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. ആൻഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ മുറിച്ച് കളയാം. ഇവിടെ പംകിൻ ഉണ്ട് ഗൈസ്. പംകിൻ നമ്മൾ മുറിച്ച് കളയാം ഗൈസ്. കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ ബേസിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ ബേസ് സൈലൻറ്റ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. ടീമിൽ 5 ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ പിന്നെ നമുക്കറിയാം. ഓക്കെ, ഇന്ന് പിന്നെ ലോഞ്ചിങ് ഡേ ആയതിനെക്കൊണ്ട് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. അത് ഒഫീഷ്യൽ ലോഞ്ച് ആയിക്കില്ല. ഓക്കെ, നമുക്കൊരു ബെഡ് കിട്ടിയിട്ടുണ്ട്. ബെഡുണ്ട്, അത് ഇട്ട് കിടന്നുറങ്ങാം. ഓക്കെ, ഒരു ഫർണസ് ഉണ്ടാക്കിയിരുന്നു ഞാൻ. അതിൽ അയൺ എടുത്തേക്കാം. നമുക്ക് കോളും കിട്ടിയിരുന്നു. പിന്നെ രാത്രി ആവട്ടെ. ആൻഡ് നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കണം. ഒരു വടി, പിന്നെ ഒരു കോള്. ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വെക്കാം, പിന്നെ ഇവിടെ വെക്കാം, പിന്നെ ഒന്നുകൂടി വെക്കാം. സൂര്യ ഏതാണ്? ഓക്കെ, കിടന്നുറങ്ങാം. രാവിലെ ആകാം. ടെസ്റ്റ് എടുക്കുന്നു. ഇവിടെ വെച്ചു. ഓക്കെ, ഈ ചെസ്റ്റിൽ നമുക്ക് പംകിനും പിന്നെ ഫുഡും അങ്ങോട്ട് വെക്കാം. ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഉദ്ദേശിക്കുന്നത് ഒരു വീറ്റ് ഫാം എന്നാണ്. വീറ്റ് ഫാമിന് വേണ്ടി നമ്മൾ സ്ഥലവും മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇവിടെയാണ് വാട്ടർ ബക്കറ്റൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ടെമ്പററി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ടെമ്പററി ഇത് മൊത്തം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് കുഴിച്ചിടാം. വീറ്റ് കുഴിച്ചിട്ടുണ്ട്, സീഡ്. ഇനി കുറച്ച് മരം മുറിക്കാം. ഓക്കെ, 6 മരം കിട്ടിയിട്ടുണ്ട്. ഇനി 6 മരം നമ്മൾ ഇവിടെ ഒരു തൂണുണ്ടാക്കാം. ഓക്കെ, ഇങ്ങനൊരു തൂണ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 സ്റ്റെപ്പ് വെച്ചിട്ട്. അതുപോലെ ഇവിടെയും. ഓക്കെ, 1 2. ഇനി എല്ലാ ഭാഗത്തും അങ്ങനെ വെക്കണം. പിന്നെ ഇവിടെയും 1 2. ഓക്കെ, വുഡ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വുഡ് എടുക്കാൻ പോയിട്ട് വരാം. 1 2 3 4 5 5 വുഡ് ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി വുഡ് മുറിക്കാം. 1
ഗൈസ് നമ്മൾ ഈ ഐലൻഡ് മൊത്തം ക്ലിയർ ആക്കേണ്ടി വരും. അത്രയും മരങ്ങളുണ്ട് ഇവിടെ. നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറടാ. പറയൂലാണോ? തലയാട്ടി കഴിഞ്ഞു പോകും. തലയാട്ടി. ഓക്കെ, നമ്മളിവിടെ 2 സ്റ്റെപ്പ് ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കരുത്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ, ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവസാനം കണ്ടുമൊക്കെ എങ്ങനെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറയുക. യെസ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കോഴി പറഞ്ഞില്ല, നിങ്ങൾ ലൈക്ക് ചെയ്യണം. ശരിയോ? ഓക്കെ, ആൻഡ് ഗൈസ് കുറച്ച് മറ്റേ വുഡ് പ്ലാങ്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നിരത്തിയിട്ട് അങ്ങനെ നമുക്ക് എല്ലാ സൈഡിലും വെക്കാനുണ്ട് ഗൈസ്. ഓക്കെ, ഇങ്ങനെയല്ല വെക്കേണ്ടത്, നേരെയാണ് വെക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, 1 2 3 4 അങ്ങനെ എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണിതിന് പണി. മുകളിൽ കയറി അപ്പഴത്തേക്ക് പോയി. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അയൺ എടുത്ത് ചെസ്റ്റിൽ കൊണ്ടാക്കുക. അത്രയും വേണുള്ളൂ. ഓക്കെ, അയണെടുത്ത് ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സ്ലാബ് ഉണ്ടാക്കണം. കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 12 സ്ലാബ്, പിന്നെ ഒരു സ്റ്റിക്ക്, അങ്ങനത്തെ കുറച്ച് സ്റ്റെയർ, ഒരു ബ്യൂട്ടിഫിക്കേഷനിൽ വെച്ച് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഊള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തിനാണ് ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ ഇത് വന്നിട്ട് ഈ മരം മുറിക്കാം. സോറി, പ്ലാങ്ക് മുറിച്ച് അവിടെ ഒരു സ്ലാബ് വെക്കുക. എന്നിട്ട് ഈ പ്ലാങ്ക് മുറിച്ചിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. ഒരു ഡിസൈനിൽ ചെറിയ ഡിസൈൻ ഉദ്ദേശിക്കുന്നത് അവിടെയും വെക്കുക. പിന്നെ ഒന്ന് ഇവിടെ മുറിച്ചിട്ട് ഇതേപോലെ വെക്കുക. ഇതേപോലെ എല്ലാ സൈഡിലും നമ്മൾ വെക്കുക. ഇതേപോലെ എല്ലാ സൈഡിലും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ട്രാപ്പ് ഡോർ എടുക്കുക. ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. കറക്റ്റ് ഇവിടെ വെച്ചു. അവിടെയല്ല, മുറിച്ചിട്ട് നേരെ ഒരു ടയർ പോലെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു ബോട്ട് പോലെ ചെറുതായിട്ട് തോന്നുന്നുണ്ടോ സംശയം. ഇനി ഇവിടെയും വെക്കുക, ഇവിടെയും വെക്കുക, ഇവിടെയും വെക്കുക. ഒരു സ്റ്റെയർ, ഒരു കാല്, ഒരു പിടുത്തം പോലെ ഫീൽ ചെയ്യും. അതാ മാറിപ്പോയി. ഓക്കെ, ഇവിടെയും വെക്കുക. ഓക്കെ ഓക്കെ, ഞാൻ അപ്പുറം വെക്കുക. ഇവിടെ വെക്കണ്ട, അപ്പുറം വെക്കണ്ട. ഇവിടെ മറ്റേ സംഭവം ഉണ്ട്. ഇനി ഇവിടെയും വെച്ച് കൊടുക്കാം. ഇവിടെയും അങ്ങനെ വെച്ചു പോയി. ഓക്കെ, ഇതൊന്നായത് ഇങ്ങനെ മോള്. ഓക്കെ, അവിടെ ഇങ്ങനെ വെച്ച് അത് സാരില്ല, ഇങ്ങനെ നോട്ടെ. ഇവിടെ ആരും കാണാൻ പോകുന്നില്ല. ഓക്കെ, ഓക്കെ കയറി. ആൻഡ് ഇവിടുത്തെ ഒരു ബ്ലോക്ക് മുറിച്ചിട്ട് അവിടെ ഒരു ബാരൽ വെച്ച് കൊടുക്കുക. ഓക്കെ ഓക്കെ, അത് കളക്ട് ചെയ്യാനുള്ള സാധനമാണ്. ബാരൽ നമ്മുടെ ചെസ്റ്റ് പോലെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതിലേക്ക് നമുക്ക് വീറ്റ് സീഡ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലോറിൽ നമുക്കൊന്ന് ഇങ്ങനെ വെച്ചെടുക്കാം. അതിനെ കുറച്ചുകൂടി ലുക്ക് തോന്നിക്കും. ഇങ്ങനെ ഓക്കെ, ഇവിടെ എന്തോ വീടായിട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇത് പൊട്ടിക്കുക. അത് താഴത്തെ വെച്ച സീനാവും. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയും വെച്ച് കൊടുക്കുക. ഓക്കെ, തീർന്നിട്ടുണ്ട്. തീർന്നതിനെ കൊണ്ട് നമുക്കൊരു ബട്ടൺ വെച്ച് കൊടുക്കാം. ബട്ടൺ എടുക്കുക. ഉണ്ട് ബുദ്ധി. സെറ്റ് ആയില്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കുക. ആൻഡ് ഈ ഒരു സ്റ്റെയറും പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫെൻസ് ഗേറ്റ് നമ്മൾ വെക്കാൻ പോകണം. ഫെൻസ് ഗേറ്റ് അത് തുറന്നിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വൂളും കൂടി വെച്ച് കൊടുക്കുക. വൂൾ ഞാൻ വെറുതെ ഉണ്ടാക്കിയാണ് ഒരു ഡിസൈന്. നമ്മളായിരിക്കും. ഞാനിപ്പോൾ ഒരു ചെയർ പോലെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ലൈക്ക് അടിക്കാത്ത ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതെങ്ങനെ ഉണ്ട് ബിൽഡ് നോക്കുക. അതിൻ്റെ ഇവിടുത്തെ ഒരു ബ്ലോക്ക് പൊട്ടിക്കുക. അവിടെ ഒരു വൂൾ വെച്ച് കൊടുക്കുക. ഞാൻ ഒരു എൻട്രൻസ് ഉണ്ടാക്കിയാണ് ഗൈസ്. എൻട്രൻസ് എന്നാൽ ഞാൻ വെറുതെ ലുക്ക് ഉണ്ടാക്കിയതാണ്. അവിടെ സ്ലാബ് വെക്കാൻ അത്. ഓക്കെ, ഒന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ താഴെ വെക്കാം. ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ, സെറ്റ്.
ഇതെന്തോ പറഞ്ഞിട്ട് കേടായിട്ട് നമുക്ക് ഇവിടെ സ്ലാബ് മറ്റേ ഇത് വെക്കാൻ പറ്റുന്ന വൂള്. അവിടെ ഒരു വൂള് ആൻഡ് ഒരു ഇതിവിടെ. ഇപ്പം കുറച്ചൊരു ലുക്കുണ്ട്. ഓക്കെ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡ്. കുറച്ചുകൂടി പണികളുണ്ട്, പണികൾ കിടക്കുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് ഫെൻസ് എടുത്തുണ്ട്. ഇപ്പം കുറച്ച് ഫെൻസ് ആവശ്യമുണ്ട്. അതിന് നമുക്ക് അതെടുത്ത് വുഡാക്കട്ടെ ഗൈസ്. ഇനി അതെടുത്തിട്ട് കുറച്ച് വടി ഉണ്ടാക്കണം. പ്ലാങ്ക് എടുക്കുന്നു, വടി ഗൈസ്. ഗായ്സ് ഞാൻ 46 ഉണ്ടാക്കി. മണ്ടൻ ഞാൻ. രണ്ടാമത് മരമ്പട്ടണം. പക്ഷെ ഞാൻ മരമ്പട്ടി വന്നിട്ടുണ്ട്. ഫെൻസ് നമുക്ക് ഇങ്ങനെ നോക്കാം. അതാ എന്ത് കളിക്കാൻ ഞാൻ. ഒരു കൺട്രോളൊന്നും ശരിയാകുന്നില്ല. ഓക്കെ, കുഴപ്പമില്ലാത്ത ബിൽഡാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബിൽഡ് ഉണ്ടാക്കുന്നു. ഒരു ഐഡിയ തലക്ക് വന്നു, അത് ഞാനുണ്ടായി. എന്തായാലും കിടിലാണ്. അത് തന്നെ. ഇവിടെ നമുക്കൊരു ഫെൻസ് വെക്കാം. ഒരു ലുക്ക്. ഇവിടെ ഒരു ഫെൻസ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഫെൻസ് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ഫെൻസ്, അപ്പുറം ഫെൻസ്, അതുപോലെ എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മുകളിൽ ഒരു ടോർച്ച് വെക്കുക. ഓക്കെ, ഈ ഇപ്പുറത്തെ സൈഡിലും ഒരു ടോർച്ച് വെക്കണം. ഓക്കെ, ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ സൈഡിലും നമുക്ക് വെക്കാം. ബാക്കി എല്ലാ സൈഡിലും ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം കിട്ടില്ല ലുക്കല്ലേ വേണം. ഓക്കെ, സ്റ്റാർട്ടറായിട്ടൊരു ചെറിയൊരു ഉണ്ടാക്കിയാണ്. ഇനി നമുക്ക് കുറച്ചൊന്ന് ഷവൽ വെച്ച് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്താൽ. ഓക്കെ, ഇവിടെ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗ്രാവൽ വെച്ച് കുറച്ചുകൂടി ഒന്ന് ഒരു പഴകിയ പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ, ഒരു പഴയ സാധനം പോലത്തെ ഒരു ലുക്ക് കിട്ടാനുള്ളതാണ്. ആൾക്കാർ ഇങ്ങോട്ട് വന്ന പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ കുറച്ചൊന്ന് ഗ്രാവൽ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ സംഗതി സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇവിടെ മുറിച്ചിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഇപ്പം ലുക്കല്ലേ, ഇവിടെയും വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഉള്ള ഒരു ലുക്ക് ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ് ഇത്. നമ്മളെന്തെങ്കിലും മോഡിഫിക്കേഷനായിട്ട് കൊണ്ടുവരണമെങ്കിൽ പറയുക. ചെറിയൊരു ബിൽഡ് ചെയ്താണൊരു. എന്നൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചാണ് പൊട്ടിക്കുക. അത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.